ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കുബൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് കുബൂസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ 400 ഗ്രാം ഉണ്ടാവും കേട്ടോ മൈദ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് മതിയാവും. അപ്പോൾ 2 കപ്പ് എടുത്തതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ വെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാനുള്ള കാരണം പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ചൂട് കാരണം ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാട് കൂടി പോകരുത് കേട്ടോ, ഒരുപാട് ലൂസായി പോകരുത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഉരുളകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ തൂവിയിട്ട് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ കുറച്ച് കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുബൂസിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ഇല്ലാത്ത കുബൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി ഇതിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരുപാട് വിശദമായിട്ടൊന്നും പറയാത്തത് കേട്ടോ. ഇത് ഇത്രയും ഒരു കനത്തിൽ നമ്മൾ പരത്തിയെടുക്കണം. ചപ്പാത്തി പോലെ ഒരുപാട് നൈസാക്കിയിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുബൂസ്. അത് നിങ്ങൾക്ക് ഓരോന്ന് പരത്തുന്ന സമയത്ത് തന്നെ ഓരോന്ന് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന കാരണം തന്നെ പരത്തിയിട്ട് ചുടണം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഓരോന്ന് പരത്തുക ചൂടാകുമ്പോൾ നമ്മുടെ പണിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരും. വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഒരു കനത്തിൽ നമ്മൾ എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടായിട്ടുള്ളൊരു തവയിലിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഇടുന്ന സമയത്ത് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ഇട്ടതിന് ശേഷം തീ ഒന്ന് നിങ്ങൾ കുറച്ച് വെച്ചാൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നാലേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പുറം ഭാഗം കരിച്ചെടുക്കരുത്. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് ആ ഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ വീണ്ടും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്താണ് നമ്മളിതിൽ ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കുബൂസിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബട്ടർ കുബൂസ്. വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട്. പിന്നെ അത് നമ്മൾ ചൂടോട് കൂടി കഴിക്കും വേണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ സമയത്ത് നിങ്ങൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിയും. ഏത് സാധനമാണെങ്കിലും കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിൽ മുകളിലായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ബട്ടർ നിങ്ങൾക്ക് കൂടുതൽ തേക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. നെയ്യാണെങ്കിൽ ഇത്രയും നമുക്ക് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ബട്ടറൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അളവുകളിലൊക്കെ വ്യത്യാസം വരുത്താം. ഇനി ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ടെടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇട്ടുകൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുക. ഇനി ഇതിൽ മുകളിലായിട്ട് കുറച്ച് പാസ്ലി ലീവ്സാണ്. ഇത് ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്ലി എല്ലാവർക്കും അറിയാൻ പറ്റും, മല്ലിയിലൻ്റെ ഇതുപോലെ തോന്നിക്കുന്നൊരു ഇലയാണ് കേട്ടോ.
പാസ്ലി ഇതിലൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരിതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചെറുതാക്കി അരിഞ്ഞ് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബട്ടർ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പാസ്ലി ലീവ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താൽ മതി കേട്ടോ. പാസ്ലി കിട്ടുന്നവരാണെങ്കിൽ പാസ്ലി ചേർക്കുക. പാസ്ലി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതായി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് സമയം ഒരു ഭാഗം തന്നെ നിങ്ങൾ തവയിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കുക്കായിട്ട് പിന്നെ അത് പൊങ്ങി വരില്ല. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് കുബൂസ്. ഈസ്റ്റുള്ള കാരണം തന്നെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ കുബൂസിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതും ഞാൻ കാണിച്ചിട്ടുണ്ട്. വീറ്റ് കുബൂസിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത് പുറത്തുനിന്ന് കുബൂസ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അടിഭാഗം നന്നായിട്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുളകിൻ്റെ ആ ഒരു ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലേക്സ് ആവും. നമ്മളിത് വീട്ടിൽ തന്നെ ഒരു 2 ഉണക്കമുളകൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് പാസ്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ബട്ടറിൻ്റെ ചൂടിൽ തന്നെ ആ ഒരു പാസ്ലി ലീവ്സൊക്കെ നന്നായിട്ട് തന്നെ ഒരു കുക്കായി കിട്ടും. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ റൊട്ടിക്ക്. അപ്പോൾ നമ്മുടെ ബട്ടർ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.